ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ പടം പറയണത്തിന് വേണ്ടി ഫേസ്ബുക്ക് പേജ് തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഈ വീക്കെൻഡിലാണ് നമ്മൾ റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നത്. സോ അതിനേക്കാളും നല്ല ഡെയിലി മൂവിയെ പറ്റിയുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് മാത്രമല്ല ഇൻസ്റ്റഗ്രാമിലും ഞങ്ങൾ ആക്റ്റീവാണ്. അതെ, അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. ആൻഡ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം വിട്ടുപോയ ഒരു കൂട്ടുകാരനുണ്ട്. ഞങ്ങളെ എല്ലാ ആഴ്ചയും ക്യാമറ വന്ന് സഹായിക്കുകയും ക്യാമറയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പുള്ളി ക്യാമറയുടെ ബാക്കിൽ ഇരിപ്പുണ്ട്. ഹായ് വിശാൽ, നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്ന് നിങ്ങളുടെ ഈ സപ്പോർട്ട് വേണം. ഞങ്ങൾ നമസ്കാരം, പടം പുരാണത്തിലേക്ക് സ്വാഗതം. രഞ്ജിത്ത് മമ്മൂട്ടി മലയാള സിനിമയിൽ ഉള്ളതിൽ വെച്ച് ഒരു മികച്ച കൂട്ടുകെട്ടിലൊന്നാണ് രഞ്ജിത്ത് മമ്മൂട്ടി. മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാമെന്ന് പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്ന ചുരുക്കം ചില സംവിധായകന്മാരിലൊരാണ്. സോ മമ്മൂക്ക രഞ്ജിത്ത് ടീമിന്റെ ഒരു പുതിയ ചിത്രം വരുന്നുണ്ട്, പുത്തൻപണത്തിന്റെ ഈ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുമ്പ് ഒരു ട്രെയിലർ ഔട്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് 3 ടീസറും ഒരു ട്രെയിലറും റിലീസ് ആയിട്ടുണ്ട്. സോ പടത്തിനെ പറ്റിയുള്ള നമ്മുടെ കുറച്ച് എക്സ്പെക്ടേഷൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ത് തോന്നുന്നു പടത്തിന്റെ പുത്തൻപണത്തിന്റെ ഒരു ട്രെയിലറും 2 ടീസറും കണ്ടിട്ട്? കിട്ടില്ല. അതായത് നല്ലൊരു എക്സൈറ്റ്മെന്റ് ആണ് തോന്നുന്നത്. ഈ 2 ടീസർ ഇറങ്ങി, ഒരു ട്രെയിലർ ഇറങ്ങി, മൊത്തത്തിൽ ഒരു നല്ലൊരു പോസിറ്റീവ് ഒരു വൈബാണ് കിട്ടുന്നത് എല്ലാത്തിൽ നിന്നും. ആ ഒരു പുതിയൊരു കാസർഗോഡ് ഭാഷ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത, അധികം മലയാളികൾക്കൊന്നും കേട്ടാൽ അത് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു ഭാഷയാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം, കുറെയൊക്കെ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഒരു സബ് ടൈറ്റിൽ വേണ്ടി വരുമെന്നാണ് ഞാൻ തോന്നുന്നത്. പിന്നെ മമ്മൂക്കയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആണ് സ്ലാങ്സ്, വോയിസ് മോഡുലേഷൻ. അതുപോലെ തന്നെ ഏത് സ്ലാങ് കൊണ്ടാലും പുള്ളി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. അതിന് പുതിയൊരു സ്റ്റെപ്പാണ് ഈ കാസർഗോഡ് ഭാഷ അദ്ദേഹത്തിന്. ഞങ്ങളെല്ലാരും ഈ ഒരു കേരളത്തിന്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ആൾക്കാരാണ്, തിരുവനന്തപുരം, കൊല്ലം. അപ്പൊ ഞങ്ങക്ക് മൊത്തത്തില് ഈ ഭാഷ കേട്ടിട്ട് പല വാക്കുകളും ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അത് പടം നല്ലതാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു 3 തവണയെങ്കിലും മിനിമം കണ്ടാലേ പടം മൊത്തത്തിൽ മനസ്സിലാവുള്ളൂ. ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ബൈജു അദ്ദേഹം സംസാരിക്കുന്ന ട്രിവാൻഡ്രം സ്ലാങ് ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ പറയുന്നത് പോലെ തന്നെ നമുക്കും തോന്നുന്നത്, തള്ളക്കി വിളിക്കുന്നത് പോലെ പുള്ളിയുടെ സംസാരം ഞങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള. എന്തായാലും പടത്തിന്റെ വേറൊരു ട്രെയിലർ കണ്ടിട്ട് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ പടത്തിന്റെ ഒരു ക്യാരക്ടർ സെലക്ഷൻ നല്ലൊരു ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് പടത്തിൽ. പറയുന്നത് മാമൂക്കോയ, ഇന്ദ്രൻസ് അവസാനത്തെ ഒരു പെർഫോമൻസ്, സിദ്ദിഖിന്റെ ഒരു അധികം ഡയലോഗ് ഇല്ലെങ്കിലും ആ ഒരു വിട്ടുകൊണ്ട് ബനീന് വിട്ടുകൊണ്ട് നടന്നു വരുന്ന ഒരു സിംഗിൾ ഷോട്ട് കാണിക്കുന്നുണ്ട് ട്രെയിലറിൽ. പുള്ളിക്കാരൻ വിഗ് വെക്കുന്നതിനെക്കാട്ടി മാസ് വിഗ് വെക്കാതെ ഈ രഞ്ജിത്ത് എത്ര പെട്ടെന്നാണ് എന്നെ തിരക്കഥ തയ്യാറാക്കിയെന്ന് ഒരു പിടി. ഡിമോണറ്റൈസേഷൻ എന്ന വളരെ സബ്ജക്റ്റിന് അത് ഈ അടുത്ത് ഒരു ഡിസംബർ സമയത്തൊക്കെയാണ് നടന്നെങ്കിലും ആ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പുള്ളി ഈ രഞ്ജിത്ത് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു പുതിയ ചിത്രം വരുന്നു പറഞ്ഞിട്ട് ആദ്യം വന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് വമ്പൻ എന്ന് പറയുന്ന കുമ്പനെന്നോ ആ രീതിയിലൊരു ടൈറ്റിൽ വെച്ചാണ് ഒരു സിനിമ ആദ്യം ഫാൻസിന്റെ ഇടയിലും വമ്പൻ എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ഫിലിം രീതിയിലാണ് ഒരു ന്യൂസ് വന്നത്. പിന്നെയാണ് പെട്ടെന്ന് പുത്തൻപണം എന്നുള്ള ഒരു ഇതിലേക്ക് മാറിയത്. എന്തായാലും ഈ ഡിമോണറ്റൈസേഷൻ എന്ന സബ്ജക്ട് കുറച്ച് നാളുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് പിന്നെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഈ സിനിമയിലൂടെ. ഡിസംബർ ആ ഒരു അടുത്ത് ഒരു കാലഘട്ടങ്ങളിൽ തീർന്നു പോയൊരു വാക്ക് തന്നെയാണ് ഡിമോണറ്റൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സബ്ജക്ട് പിന്നെയും ഈ മൂവിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അത് കുറച്ചും കൂടെ ഫെമിലിയറൈസ് ചെയ്ത് ആ ഒരു ഈ മലയാള സിനിമയിൽ കള്ളനോട്ടിനെ പറ്റി പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഒരു അധികം പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ത്യൻ റുപ്പി തന്നെയാണ് അതിന് ഏറ്റവും മികച്ച സൃഷ്ടി എന്ന് തന്നെ പറയാം. എന്തായാലും അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കാൻ രഞ്ജിത്ത് എടുക്കുന്ന ഓരോരോ സിനിമകളും എന്നും വിജയം കൈവരിച്ചിട്ടേ ഉള്ളൂ. സോ അതുപോലെ തന്നെ ആകട്ടെ നേരത്തെ ആ മൂവിയിലെ പോലത്തെ ഒരു ടോണുമാണ് ഈ ഒരു മൂവി കാണിക്കുന്നത്. ഈ ട്രെയിലർ കൊണ്ട് മമ്മൂട്ടി ഇത്തിരി കൂടി മാസാണ്. ആദ്യത്തെ ഒരൊറ്റ ടീസറിൽ തന്നെ നമുക്ക് മനസ്സിലാവും മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇതിൽ ഇത്തിരി ആക്ഷനും എല്ലാ ജോലിയും ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട്. ലോഹിതദാസ് പണ്ട് പറഞ്ഞതുപോലെ തന്നെ മമ്മൂക്കയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കഥാപാത്രത്തിൽ നിന്നും കഥാപാത്രത്തിലേക്ക് മാറാനുള്ള കഴിവാണ്.
ഇപ്പോ എനിക്ക് തോന്നുന്നു മൃഗയിൽ നിന്നും തനിയാവർത്തനത്തിലെ ബാലൻ മാഷിലേക്കുള്ള ആ ഒരു മാറ്റം, അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്പെഷ്യാലിറ്റിയാണ്. അതുപോലെ ഡേവിഡ് നൈനാനിൽ നിന്നും നിത്യാനന്ദ ഷേനായിലേക്കുള്ള ഒരു മാറ്റം. ചെറിയൊരു ഗ്യാപ്പേ കാണത്തുള്ള പെട്ടെന്ന് മേക്ക് ഓവറിനുള്ളൊരു സമയം എന്ന് പറയുന്നത് വളരെ ചെറുതായി. അതുപോലെ തന്നെ എന്റെ സിനിമോട്ടോഗ്രാഫി വളരെ മികച്ചിരിക്കുന്നതായിട്ട് ഷാൻ റഹ്മാനാണ് ചെയ്തിരിക്കുന്നത്. ട്രെയിലർ കണ്ടതിന് ശേഷം പിന്നീട് എടുത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പടത്തിന്റെ സിനിമാറ്റോഗ്രഫിയാണ്. വളരെ നല്ല വിഷ്വൽസും വളരെ നല്ല സിനിമാറ്റോഗ്രഫിയുമാണ് ചെയ്തേക്കുന്നത്. ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ് ഇത് ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ആരംഭം എന്ന് പറയുന്ന സിനിമ പുള്ളിയുടെ സിനിമയിലെ കോമൺ ആയിട്ടുള്ള ഒരു കളറാണ് ഗ്രീൻ കളർ, ഒരു ഗ്രീൻ ഷെയ്ഡ്. ശരി, ഗ്രീൻ ഷെയ്ഡ് ഈ സിനിമയിലെ ട്രെയിലറിൽ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് നമുക്ക് കാണാം എല്ലാ സീനിലും. അപ്പോ വിഷ്വലി പടം നല്ലൊരു ട്രീറ്റ് ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വിഷ്വലി മാത്രമല്ല സബ്ജക്ട് വൈസും എല്ലാ രീതിയിലും. ഇപ്പോ നമുക്കിടെ തന്നെ ഒരു പടം നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രേറ്റ് ഫാദർ. അതിനൊരു വിലങ്ങ് തടിയാവുമോ എന്നുള്ളതൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എറണാകുളം ഒരു കോംപ്ലക്സിൽ, സരിത സവിത സംഗീത കോംപ്ലക്സിലാണെന്ന് തോന്നുന്നു, ഒരേ സമയം പഴശ്ശിരാജ, പാലേരി മാണിക്യം, ചട്ടമ്പിനാട് ഈ 3 സിനിമകളും ഹിറ്റായി ഓടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മലയാളികളെ ആ കാര്യത്തിൽ അതെ, നല്ല സിനിമയാണെങ്കിൽ ഇത് രണ്ടും ഇപ്പൊ ഇറങ്ങിയ 1971 ഇറങ്ങി, ഇനിയിപ്പോ അടുത്ത ഒരുപാട് സിനിമകൾ ഇറങ്ങാൻ കിടക്കുന്നു. ഇതെല്ലാം നല്ല സിനിമകളാണ്. ഇതെല്ലാം ഒരുമിച്ച് നല്ല രീതിയിൽ ഓടുക തന്നെ ചെയ്യും. എന്തായാലും പുത്തൻ പണം ടീമിന് പടപുരാണത്തിന്റെ വക എല്ലാ ആശംസകളും. അടുത്ത ആഴ്ച എന്തായാലും തിയേറ്ററുകളിൽ മൂവി എത്തുകയാണ്. ഓൾ ദ ബെസ്റ്റ് വിഷസ്. അതെ, ഞങ്ങൾ മൂവി കണ്ടിട്ട് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ആൻഡ് റിവ്യൂസ് ഞങ്ങളുടെ അപ്കമിങ് എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം. സോ ഞങ്ങളുടെ ഏർലിയർ എപ്പിസോഡ്സ് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. ആൻഡ് സ്റ്റേ ട്യൂൺ ടു പടപുരാണം ഫോർ ന്യൂ അപ്ഡേറ്റ്സ്. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക, മോറോവർ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് വഴി അറിയിക്കുക. സോ ബൈ.